നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കും. 11 മണിയോടെ പാലക്കാട് അതിവേഗ കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് ആണ് ശിക്ഷാവിധി പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത്. ഇരട്ട കൊലപാതകം നടത്തിയ പ്രതി ചിന്താമരയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് കൊല്ലപ്പെട്ട സജിത സുധാകര ദമ്പതികളുടെ മക്കളും പ്രോസിക്യൂഷനും ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അവന്തിക. സന്തോഷ്, ഈ പോത്തുണ്ടി പ്രദേശത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കൊന്ന സീരിയൽ കൊലയാളിയുടെ ശിക്ഷയാണ് ഇന്ന് അറിയാൻ കഴിയുക. വധശിക്ഷ നൽകണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. കാരണം അയൽക്കാരായ ഒരു കുടുംബത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്ത ചെന്താമരയ്ക്കെതിരായുള്ള കേസിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം പ്രദേശത്തുണ്ട്, നാട്ടിലുണ്ട്, കേരളമാകെയുണ്ട്. 2019 പ്രദേശവാസിയായ അല്ലെങ്കിൽ അയൽവാസിയായ സജിതയെ ആദ്യം ഈ ചെന്താമര കേസിലെ പ്രതിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ആ കേസിൽ ഇരട്ട ജീവപര്യന്തം അനുഭവിച്ചു വരികയാണ്. ജാമ്യത്തിലിറങ്ങി അവരുടെ തന്നെ ഭർത്താവ് സുധാകരനെയും അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ സുധാകരനെയും അമ്മയായ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിലുള്ള വിധിയാണ് ഇന്ന് അറിയാൻ കഴിയുക. കഴിഞ്ഞ തിങ്കളാഴ്ച വിധിയുടെ ആദ്യ ഭാഗം പാലക്കാട് അതിവേഗ കോടതി വായിച്ചിരുന്നു. പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇനി അറിയേണ്ടത് ആ കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശിക്ഷയാണ്. ശിക്ഷയായി വധശിക്ഷ തന്നെ, ഏറ്റവും വലിയ വിധിയെ വധശിക്ഷ തന്നെ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. കുറ്റക്കാരനാണ് എന്ന കോടതി വിധി അറിഞ്ഞതിന് ശേഷം പുറത്തു വന്ന ഈ സജിത സുധാകര ദമ്പതികളുടെ മക്കളും ആവശ്യം തന്നെയാണ് പറഞ്ഞത്. കാരണം ജാമ്യത്തിലോ അല്ലെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഏതെങ്കിലും തരത്തിൽ പ്രതി ബാക്കിയുള്ളവരെ കൂടി കൊലപ്പെടുത്തും എന്ന ഭയമുണ്ട്. ഇത് ഈ പോത്തുണ്ടി പ്രദേശത്തുള്ളവർക്കുമുണ്ട്. കാരണം 80ഓളം പേർ ഈ കേസിൽ സാക്ഷി പറഞ്ഞു. അതിൽ പലരും ഇപ്പോൾ അവിടെ താമസിക്കുന്നില്ല. അവരെല്ലാവരും തമിഴ്നാട്ടിലും പല ഭാഗങ്ങളിലായി ചേക്കേറിയിരിക്കുകയാണ്. കാരണം ഈ ചെന്താമരയെ പേടിച്ചിട്ടാണ്. ചെന്താമര ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഈ കുറ്റകൃത്യം ആവർത്തിക്കാനുള്ള സാധ്യത അവർ തള്ളിക്കളയുന്നില്ല. അതേസമയം ഇത് ചെന്താമരയുടെ അഭിഭാഷകൻ വാദിക്കുന്നത് ഇരട്ട കൊലപാതകം നടത്തിയതിന് നേരിട്ടൊരു ദൃക്സാക്ഷിയില്ല, അതുകൊണ്ട് തന്നെ വധശിക്ഷ നൽകരുത് എന്നാണ്, ശിക്ഷ കുറയ്ക്കണം എന്നാണ് ചെന്താമരയുടെ അഭിഭാഷകന്റെ ആവശ്യം. ഇപ്പോൾ ഈ വിധി പറയുന്ന പാലക്കാട് അതിവേഗ കോടതി, അതായത് അഡീഷണൽ സെക്ഷൻ ജഡ്ജി കെന്നത്ത് ജോർജ് തന്നെയാണ് ഈ ആദ്യം 2019 ഈ ചെന്താമര കൊലപാതകം നടത്തിയ കേസിൽ ട്രയൽ നടത്തി വിധി പറഞ്ഞത്. വീണ്ടും അതേ കോടതിക്ക് മുമ്പിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യത്തിൻ്റെ രൂക്ഷതയെക്കുറിച്ച് കോടതിക്ക് നല്ല ബോധ്യമുണ്ട്. വധശിക്ഷയിലൊന്നും കുറഞ്ഞതൊന്നും നൽകില്ല എന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. 11 മണിയോടുകൂടി ശിക്ഷാവിധിയിലേക്ക് കോടതി കടക്കും. അവന്തിക. ശരി, സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്.